ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഉഴുന്നുവടയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിവിടെ ഒരു കപ്പ് ഉഴുന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഉഴുന്നൊക്കെ നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് നമുക്കൊരു 5 മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെക്കാം. അപ്പോൾ നമ്മളൊരു 5 മണിക്കൂറിന് ശേഷം നമ്മൾ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു 2 വട്ടം വാഷ് ചെയ്തതിന് ശേഷം വെള്ളം തൊടാതെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്കൊരു ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. ഞാൻ ചെറിയ മിക്സർ ജാറിലിട്ട് ഒരു 3 വട്ടമായിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിരുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് എരിവിന് ആവശ്യത്തിന് അത്രയും, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് വേറെ പൊടികളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു സ്പൂണ് നമ്മളുടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഉഴുന്നുവടയുടെ പുറം ഭാഗമൊക്കെ നല്ല തരുതരാന്നിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉഴുന്നൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം തൊടാതെ ഐസ് ക്യൂബ് ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തത്. ഇതുപോലെ ഈ ഒരു പാകമായിരിക്കണം. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉരുട്ടി കിട്ടാവുന്നൊരു പാകത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി. നമ്മൾ ഉഴുന്ന് നന്നായിട്ട് അരയുകയും ചെയ്യണം. കണ്ടല്ലോ, എന്നാലും നമുക്ക് ഉരുട്ടി നമുക്ക് അതിലൊരു ഹോളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പമാവത്തുള്ളൂ. വെള്ളം കൂടിയാൽ പിന്നെ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റും കിട്ടില്ല. അതിനുശേഷം നമ്മളൊരു 5 മിനിറ്റ് നേരം നന്നായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഇതൊന്ന് നമ്മൾ ഉഴുന്നൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നല്ല വിസ്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കുന്നു. കുരുമുളക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ നമ്മളുടെ സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത്, പിന്നെ നമ്മളൊരു ചെറിയ ഒരു 1/4 സ്പൂണ് നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് കൂടി വന്നൊരു അരമണിക്കൂർ നേരം ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന 1 സ്പൂൺ അരിപ്പൊടിയാണ്. നല്ല വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. നമ്മുടെ ഉഴുന്നുവടയുടെ പുറംഭാഗം നല്ല ക്രിസ്പിനെസ് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളൊരു ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളുടെ ഉഴുന്നുവടയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയതിന് ശേഷം നമ്മൾ തുറയിട്ടിട്ടാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ വെള്ളം നനച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളൊന്ന് പരത്തി കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു വിരൽ വെച്ചിട്ട് ഒന്ന് തുറയിട്ട് കൊടുത്താലും മതി. അങ്ങനെ ആയാലും എളുപ്പമാണ്. അപ്പോൾ നമ്മൾ 2 രീതിയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയം നമ്മൾ എണ്ണ ചൂടായോന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് നമ്മളുടെ ഉഴുന്നുവട മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മളിട്ട മിക്സ് ഒന്ന് പൊങ്ങി വരേണ്ടതാണ്. അപ്പോൾ ചൂടായി വരുന്നതേ ഉള്ളൂ നമ്മളുടെ എണ്ണയെല്ലാം. ഇപ്പം നമ്മളുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഉഴുന്നുവടയുടെ മിക്സ് ഒന്ന് ഊരട്ടിയതിന് ശേഷം നമ്മുടെ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മളിങ്ങനെ ഒന്ന് തുളയിട്ടിട്ട് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അറിയാൻ പാടില്ലാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടുമിക്ക പേർക്കും ഇതൊക്കെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ചട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് എടുക്കാൻ നോക്കിയിട്ട് അത് തിരിച്ച് വന്നില്ല കേട്ടോ. അതിൽ ഒട്ടിപ്പിടിച്ച് എനിക്കിതിൽ പല ഒരു അബദ്ധം പറ്റാനില്ല. ഒരുപാട് നോക്കിയിട്ടും അത് ഇതിൽ നിന്ന് ഇളകി വന്നില്ല. പിന്നെ ഒരു വിധത്തിൽ ഇളക്കി പറിച്ചെടുത്ത് ഞാൻ പിന്നെ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അതുകൊണ്ടിട്ട് ഇങ്ങനെയുള്ള ചീനച്ചട്ടികളിലൊക്കെ കഴിവതും ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടിട്ടാണെന്ന് അറിയത്തില്ല. ഇനി എണ്ണ പാകത്തിന് ചൂടാവാത്തതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. എന്തോ അടിയിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു ഭാഗമൊക്കെ മൂക്കാറായപ്പോഴത്തേക്കും നമ്മൾ എടുക്കാൻ നോക്കിയപ്പോൾ വന്നില്ല. പിന്നെ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചെടുക്കാൻ നോക്കി, സ്പൂൺ വെച്ച് കുത്തിയിട്ട് എന്ത് ചെയ്താൽ വരുന്നില്ല. നന്നായിട്ട് അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചു കേട്ടോ. പിന്നെ അത് ഞാൻ എങ്ങനെയോ കുത്തിപ്പറക്കിയൊക്കെ എടുത്ത് നോക്ക്, ഭയങ്കര ടൈറ്റായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്.
എങ്ങനെയോ ഒരെണ്ണം മാത്രം ഒന്ന് ഇളകി വന്നു, ബാക്കി എല്ലാം പൊടിഞ്ഞു പോയി കേട്ടോ. അവസാനം ഞാൻ ഈ എണ്ണ വേറൊരു പാനിലേക്ക് ഊറ്റിയിട്ട് അതിലാണ് ഉണ്ടാക്കിയെടുത്തത്. ഉഴുന്നുവടയുടെ കോലം നോക്ക്. എന്തായാലും അത് മാറ്റി വെച്ച് നമ്മൾ അടുത്ത പാനിലേക്ക് നമ്മൾ ഉഴുന്നുവടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉഴുന്നുവട കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഉഴുന്നുവടയൊക്കെ ഒരു ഭാഗം നന്നായിട്ട് മൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറിച്ചിടാൻ വേണ്ടി ഒരു സ്പൂൺ എടുത്താൽ മതിയായിരുന്നു, അപ്പോൾ വേഗം മറിഞ്ഞ് കിട്ടിയാനെ. പക്ഷെ ഇതായതുകൊണ്ട് എനിക്ക് മറിക്കാൻ ഭയങ്കര പാട് വന്നു കേട്ടോ. പിന്നെ ഞാനൊരു സ്പൂൺ എടുത്ത് തന്നെ മറിച്ചിട്ടു. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയുടെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്ക. ഇപ്പോൾ നമ്മൾ ഉഴുന്നുവടയുടെ അടുത്ത ഭാഗവും മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ആദ്യത്തെ ട്രിപ്പ് നമ്മളുടെ മറ്റേ പാത്രത്തിൽ കുളമായിട്ട് പോയി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടാക്കി നമ്മളുടെ ഉഴുന്നുവടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മളുടെ ബാക്കി ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു.